ഫ്രോക്ക് പോലത്തെ ഒരു ടോപ്പ് നമുക്ക് മാറ്റിയെടുത്താൽ ഈ കാണുന്ന ഒരു ക്രോപ്പ് ടോപ്പ് പോലെ ആക്കി എടുത്താലോ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ഇതിന്റെ അടിയിലേക്ക് വരുന്ന ഒരു ഭാഗം മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന്റെ സ്റ്റിച്ച് അഴിച്ചിട്ട് ഈ അടിയിലുള്ള ഈ ബ്ലാക്ക് ഭാഗം മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിന് ശേഷം അതൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ബ്ലാക്ക് പോർഷൻ വരുന്നത് ഏകദേശം ഒരു 1.5 മീറ്ററോളം വരും കേട്ടോ. അപ്പോൾ നമുക്ക് 1.5 മീറ്റർ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാനിതാ ഇതേപോലെ ഈ 2 പീസുകളും ഇതേപോലത്തെ ഒരു രീതിയിൽ ഞാൻ മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ 2 പീസുകളും ഇതിൻ്റെ മുകളിൽ മടക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിൽ വേണം നമുക്കിതിൽ മെഷർമെൻ്റ് ഒക്കെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കാണുന്നത് 4 ആയിട്ട് മടക്കി വെച്ചതാണ്. അതായത് ഈ 2 പീസുകൾ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ നമുക്ക് 4 പീസ്. ഇനി അതിനുശേഷം ഞാനിവിടെ എൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് ആണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ 21 മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളെ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് ഇത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ 2 ഇഞ്ചും കൂടെ കൂട്ടിയിടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്യൽ തുമ്പ് പോകാനുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിവിടെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്താം. അപ്പോൾ എൻ്റെത് ഇവിടെ ടോട്ടൽ ഷോൾഡറിൻ്റെ വിഡ്ത്ത് വരുന്നത് 14 അപ്പോൾ ഞാൻ അതിന്റെ പകുതി 7 എടുക്കേണ്ടത്. പക്ഷെ ഞാൻ അതിനേക്കാളും കൂടുതൽ ഇവിടെ ഒരു 10 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 10 എടുത്തത് ഷോൾഡർ കുറച്ചും കൂടെ ഇറങ്ങി കിടക്കുന്ന ഒരു ടൈപ്പ് മോഡലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇനി ആ അടയാളപ്പെടുത്തി അവിടുന്ന് ഞാൻ നേരെ താഴേക്ക് ഞാനൊരു 10 ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ കൈക്കുഴീൻ്റെ അളവാണ് കേട്ടോ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അതും ഞാൻ കുറേ കൂടുതലാണ് എടുത്തത്. ഈ ടോപ്പ് ഒരു ഓവർ സൈസ് പോലെ കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് മെഷർമെന്റ് എല്ലാം കൂടുതലായിട്ട് എടുക്കുന്നത്. ഇനി അതിനുശേഷം ഞാനിവിടെ നെക്കാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്താണ് നെക്ക് അടയാളപ്പെടുത്തുക. അപ്പോൾ ഞാൻ നെക്കിന്റെ ലെങ്ത് ഇവിടെ ഒരു 7 വിഡ്ത്ത് ഇവിടെ 4 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു 2 പോയിന്റുകളും കൂടെ കൂട്ടിയിട്ട് ഒരു സ്ക്വയർ പോലെ വരച്ചു കൊടുക്കുക. സാധാരണ നമ്മൾ നെക്ക് അടയാളപ്പെടുത്തുമ്പോൾ ഇതേപോലെ സ്ക്വയർ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നെക്ക് അടയാളപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വീനക്കാണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നത്. അതിനായിട്ട് ഞാനത് ആ പോയിന്റിൽ നിന്ന് നേരെ താഴത്തേക്കുള്ള ഈ ഒരു പോയിന്റിലേക്ക് ഇതേപോലെ ഒരു വി പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതിൽ കുറച്ചും കൂടെ ഒരു വൈഡ് ആയിട്ട് നിൽക്കുന്ന വി ആണ് വേണ്ടത്. അപ്പോൾ വരച്ച ഈ ഒരു വരേൻ്റെ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് ഞാനൊരു 1/2 ഇഞ്ച് ബേക്കിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഇതേപോലെ ആക്കിയിട്ട് വേണം വി വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു വീനക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളെ നെക്കും കൈക്കുഴിയും നമ്മളെ ടോട്ടൽ ലെങ്ത്തും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഈ ഫ്രണ്ടിലൊരു പോർഷൻ നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ബാക്കത്തെ നെക്കും കൂടെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ബാക്കിൽ നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്നും ആക്കുന്നില്ല. അതായത് ഇത് കുറച്ചും കൂടെ ഒരു ഓവർ സൈസ് ആയി കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ കയറ്റിയും ഇറക്കിയൊന്നും വെട്ടാത്തത്. അപ്പോൾ ബാക്കിലെ നെക്ക് നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു റൗണ്ട് നെക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെടുത്ത അതേ വിഡ്ത്ത് അതായത് 4 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത് വന്നിട്ട് 1 ഇഞ്ചാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ഈ 2 പോയിന്റുകളും കൂടെ കൂട്ടിയിട്ട് ഒരു സ്ക്വയർ പോലെ വരച്ചു കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു റൗണ്ട് പോലെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് എപ്പോഴും അബദ്ധം പറ്റുകയും നമ്മൾ എപ്പോഴും നല്ലോണം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടിലെ നെക്ക് വെട്ടിയപ്പോൾ അതേപോലെ തന്നെ ബാക്കിലെ നെക്കിൻ്റെ ഒരു പകുതി ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഒന്നിച്ച് വെച്ച് വെട്ടിയാൽ വേഗം തീർക്കാലോ എന്നുള്ള ഒരു ഇതിൽ ഞാൻ വെട്ടിപ്പോയതാണ് കേട്ടോ ഇത്. ഇപ്പോൾ എനിക്ക് ഡബിൾ പണിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇത് പകുതി ഭാഗം വെട്ടിപ്പോയതുകൊണ്ട് ഞാൻ ആ മൊത്ത ഭാഗവും ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് എന്താണ് അത് ഇവിടെ ചെയ്യാൻ പറ്റുകയെന്നുള്ളതും കൂടി നോക്കണം. അതിനുശേഷം ഞാനിവിടെ ഷേപ്പ് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ഇഞ്ചാണ് കേട്ടോ താഴേക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എടുക്കുന്നതാണ് കേട്ടോ നമ്മളെ ഫ്രണ്ടിൽ വരുന്ന പീസ്. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ വരുന്ന പീസ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ നെക്ക് വരുന്നത്. അപ്പോൾ ഈ പീസാണ് നമ്മൾ ബാക്കിൽ അറിയാണ്ട് കട്ട് ചെയ്ത് പോയൊരു പീസാണ്. അപ്പോൾ ഇത് മറയ്ക്കാൻ നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നും കൂടി നോക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാം. അതിനൊക്കെ മുന്നേ എനിക്ക് ഈ സ്ലീവിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്ലീവ് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറേ ആൾക്കാർ അതിന് വന്നിട്ട് ഇത് റോങ് വേ ആണ്, ഇതിങ്ങനെയല്ല ചെയ്യുക, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള വലിയൊരു അളവിൽ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനത്തെ ഒരു അളവ് എടുത്തത്. അപ്പോൾ ഞാൻ എന്നാലും ഒന്നും കൂടി ഞാൻ പറയാം. ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ഒരു ഭാഗം. അവിടെ ഞാൻ 10 ഇഞ്ചാണ് എടുക്കുന്നത്. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഓർമ്മയില്ല, അവിടെ നമ്മൾ 10 എടുത്തത്. ഇനി ഞാൻ ഈ 10 മാർക്ക് ചെയ്തതിൻ്റെ നേരെ താഴത്തേക്ക് ഞാനിവിടെ ക്യാപ്പ് ഹൈറ്റ് ആയിട്ട് 4 കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്ത ഈ 4 ഇഞ്ചിന്ന് ആ ഒരു മുകളിലേക്കുള്ള ഈ ഒരു പോയിന്റിലേക്ക് ഞാൻ ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. വരച്ച ഈ വരേൻ്റെ മിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മളിത് മൊത്തത്തിൽ എത്ര ഉണ്ട് എന്നുള്ളത് നോക്കുക. എന്നിട്ട് അതിൻ്റെ പകുതിയിൽ നമ്മൾ അടയാളപ്പെടുത്തുക കേട്ടോ. ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ഇതൊരു 2 പീസായിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം ഇപ്പുറത്തെ ഭാഗത്തേക്ക് നമ്മൾ 1/2 ഇഞ്ചും താഴത്തേക്ക് മാർക്ക് ചെയ്യും. ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു 3 പോയിന്റ്സ് ഇല്ലേ, ഈ പോയിന്റ്സ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതേപോലെ ഒരു സ്ലീവിൻ്റെ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കാനായിട്ട് ചെയ്യുന്നത്. ഇതേപോലെ പോയിന്റ്സ് ഇട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഷേപ്പ് കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടും കേട്ടോ. ഇനി അതിനുശേഷം ഞാനിവിടെ സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് കേട്ടോ എടുക്കുന്നത്. എനിക്കിവിടെ 10 വേണ്ടത്. അപ്പോൾ ഞാൻ ആ 10 ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഞാനിങ്ങനെ നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് തയ്യൽ തുമ്പും കൂടെ കൂടിയിട്ട് വേണം കേട്ടോ ഇതൊന്ന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഈ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ഇതേപോലെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൈക്ക് പ്രത്യേകിച്ച് ഷേപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ വരച്ചെടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്കിത് ഈ വരച്ചിരിക്കുന്നതിൽ കൂടി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ എനിക്ക് സ്ലീവ് ഒക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ സ്ലീവ് കട്ട്
ചെയ്യുന്ന മാത്രം ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ എനിക്ക് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ഇത് റോങ് ഇൻഫോർമേഷൻ ആണ്, ഇത് ഇങ്ങനെയല്ല കട്ട് ചെയ്യുക, എന്തിനാണ് തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഡ്രസ്സിന് ഞാൻ ഇതേ ഒരു മെഷർമെൻറ്റിന് അല്ലാണ്ട് ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക? അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത ഒരു മെഷർമെൻ്റ് ആണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു മെത്തേഡാണ്, അല്ലാണ്ട് അതേ മെഷർമെൻറ്റ് തന്നെ എടുത്ത് കട്ട് ചെയ്യണം എന്നുള്ളതല്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സ്റ്റിച്ചിങ് പരിപാടികളൊക്കെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഫ്രണ്ടിലെ വീനക്ക് മറച്ചടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ 2 പീസുകളാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് വിട്ടിലാണ് കേട്ടോ ഈ 2 പീസുകളും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 2 പീസുകളും കൂടിയിട്ട് നമുക്കൊരു നെക്കിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഇതേപോലെ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ 2 പീസുകളും മുകളിൽ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു വി വന്ന് എൻഡ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് താഴത്തേക്ക് നമ്മൾ വരച്ചു കൊടുക്കണം. അതായത് നമുക്കിതൊന്ന് മറച്ചടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിന് ലൈനിങ് വെക്കാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു പീസ് വെച്ചിട്ടാണ് നമ്മളിത് മറച്ചടിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചതിൽ കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വീനക്ക് വിത്തൗട്ട് ലൈനിങ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു 3 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഇതിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ പീസ് ആവശ്യമില്ല. ഇനി നമ്മളിത് ഈ പീസ് ഇതേപോലെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മറച്ചടിക്കുന്നത്. അതായത് ഈ ടോപ്പിൻ്റെ നല്ല ഭാഗത്തേക്കാണ് നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ പീസിൻ്റെ നല്ല ഭാഗവും ഈ ടോപ്പിൻ്റെ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ ഒരു പീസിൻ്റെ നമ്മൾ താഴെ കാണുന്ന ഇതേപോലത്തെ ഒരു വി ഷേപ്പ് നമ്മൾ ഈ നെക്കിൻ്റെ ഈ വീൻ്റെ അറ്റത്തേക്ക് നമ്മൾ ഇതേപോലെ നമ്മൾ ചേർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഇതൊന്ന് കറക്റ്റ് വെച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ നിന്ന് മൂവ് ചെയ്യാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പിന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഈ ഒരു സെൻറ്റർ പോർഷനിൽ നമ്മൾ പിന്നെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി വരുന്ന മുകളിലേക്ക് വരുന്ന ഭാഗവും ഇതേപോലെ ആ നെക്കിനോട് ചേർത്ത് വെച്ചിട്ട് നമ്മളൊന്ന് പിന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതിൽ കൂടെയാണ്. അതായത് ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ച് കാണിക്കാം. അപ്പോൾ അതിൽ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ മറച്ചടിക്കേണ്ട ഒരു സാഹചര്യം വരുന്ന സമയത്ത് അപ്പോൾ നമുക്ക് എപ്പോഴും വരിക നമ്മൾ ലൈനിങ് ഒക്കെ വെക്കുമ്പോഴാണ്. ലൈനിങ് വെക്കുമ്പോഴാണെങ്കിലും ഇതേപോലത്തെ പീസ് വെച്ചിട്ടാണെങ്കിലും നമ്മൾ മറച്ചടിക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ചെറിയ കട്ടിട്ട് കൊടുക്കണം. നമ്മൾ ഇതേപോലെ ചെറിയ കട്ടിട്ട് കൊടുക്കുമ്പോൾ നമുക്കിത് മറച്ചടിക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇനി മറച്ചടിക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതേപോലെ പിടിച്ചിട്ട് നമ്മൾ നെക്കിൻ്റെ അറ്റത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് ഇവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മളെ ബാക്കിലെ പീസ് എടുക്കാം. നേരത്തെ അബദ്ധത്തിൽ മുറിഞ്ഞു പോയ ഈ ഒരു നെക്ക് നമ്മൾ വീണ്ടും പഴയ രീതിയിൽ റൗണ്ട് നെക്ക് എങ്ങനെ ആക്കി എടുക്കാൻ നോക്കിയിട്ട് ഞാനിതാ ഇതേപോലെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു പീസ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ആ ഒരു റൗണ്ട് നെക്ക് ആ ഒരു പീസിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ബാക്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിലെ നെക്കും ഫ്രണ്ടിലെ നെക്കും സെറ്റായ ശേഷം നമുക്ക് ഈ 2 പീസും കൂടെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഈ ഒരു ഫ്രണ്ടിലെ പീസ് ഞാനിവിടെ ഇങ്ങനെ ഇതേപോലെ വിരിച്ചിടുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഞാൻ മറ്റേ ഒരു പീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ നല്ല ഭാഗവും ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ട് ഷോൾഡർ ഇതേപോലെ അറ്റാച്ച് ചെയ്യാനാണ് ചെയ്തത്. ഇനി ഞാൻ ഇതേപോലെ നിവർത്തിയിട്ടിട്ട് നമുക്കിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ നിവർത്തി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ നേരത്തെ വെട്ടി വെച്ചിട്ടുള്ള സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ ഞാനിത് ഈ ഒരു സ്ലീവ് ഇങ്ങനെ നിവർത്തി വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്ലീവിൻ്റെ നല്ല ഭാഗവും നമ്മൾ ടോപ്പിൻ്റെ നല്ല ഭാഗവും ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ വരുന്ന രീതിയിൽ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ സെൻറ്റർ പോർഷനിൽ നിന്ന് നേരെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും നമ്മൾ ആ സെൻറ്റർ പോർഷനിൽ തന്നെ സൂചി വെച്ചിട്ട് നമ്മൾ പിന്നെയും വീണ്ടും താഴേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് പൊസിഷനിൽ തന്നെ അത് കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സ്ലീവ് നമ്മൾ ഡ്രസ്സിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്മളെ നെക്കും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, നമ്മളെ സ്ലീവും ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ സ്ലീവിൻ്റെ ഈ ഒരു അറ്റം ഇതേപോലെ മടക്കി അടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 2 സ്ലീവിൻ്റെ അറ്റഭാഗവും നമ്മൾ ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് വീതി കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ ആദ്യം ഒന്ന് ചെറുതായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ അതൊരു വീതിയിൽ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് ഇതേപോലെ ഒന്ന് നേരെ വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്ത് കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഷേപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എനിക്കിവിടെ ഈ ടോപ്പിന് നമ്മൾ ഷേപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, ലൂസായിട്ട് കിടക്കുന്ന ഒരു ടോപ്പാണ്. അതുകൊണ്ട് ഞാൻ ഈ ടോപ്പിന് ഷേപ്പ് ഒന്നും കൊടുത്തിട്ടില്ല. ആ ഒരു ഷേപ്പ് അടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ടോപ്പിൻ്റെ അറ്റഭാഗം കൂടെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ഈ ടോപ്പ് കാണുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു സ്ക്രബ് സ്യൂട്ടിൻ്റെ പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിലേക്ക് എന്തെങ്കിലും ഒരു ഡിസൈനും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതേപോലെ ഒരു ഡിസൈൻ ഇവിടെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഡിസൈൻ വരച്ചിട്ട് ഞാൻ ഇത് ആദ്യം പെയിൻറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് ഈ ത്രെഡ് വെച്ചിട്ട് നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ഈ ത്രെഡ് വെച്ചിട്ട് ഈ വരച്ചതിൻ്റെ മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ
ചെയ്യുന്നത്. അപ്പോൾ ഈ ത്രെഡ് ഞാൻ ഈ വരച്ചിട്ടുള്ള ഈ ഒരു പിക്ചറിൻ്റെ മുകളിൽ കൂടി വെച്ചിട്ട് ഞാൻ സാധാ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് ഞാനിതിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തത് കേട്ടോ. അതായത് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെ വരുന്നതുകൊണ്ട് ഇത് കുറേ നേരം ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ടോപ്പ് ഇതേപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഞാനിതൊരു ബ്ലാക്ക് ജീൻസിൻ്റെ കൂടെയാണ് കേട്ടോ പെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബ്ലൂ ജീൻസിൻ്റെ കൂടെയോ നിങ്ങൾക്ക് സ്കേർട്ടിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ. സ്വന്തമായിട്ട് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് ട്രൈ ചെയ്തിട്ട് തന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക.